ഓഫീസിൽ നിന്ന് പുറത്തേക്ക് പോയിട്ട് ഫുഡ് കഴിക്കുക എന്നുള്ള പ്ലാനിൽ ഇറങ്ങിയതായിരുന്നു. ഓട്ടോറിക്ഷ പിടിച്ചിട്ട് കയറി പകുതിക്കെത്തിയപ്പോഴാണ് റിയലൈസ് ചെയ്യുന്നത് ക്ലൗഡ് കിച്ചണിലായിട്ടാണ് നമ്മുടെ പോക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ട് ഓട്ടോറിക്ഷയും പിടിച്ച് ക്ലൗഡ് കിച്ചണിൽ ഡൈനിങ് കഴിക്കാൻ പോയ ടീം നമ്മളായിരിക്കും. എന്നിരുന്നു കഴിഞ്ഞാലും നേരെ ഷെഫ് പിള്ളയിലേക്ക് വിട്ടു, വണ്ടി തിരിച്ചു വിട്ടു. അങ്ങനെ പൊതി ബിരിയാണി മീൻസ് നിക്കാഹ് ബിരിയാണിയും പിന്നെ എന്താ പറയുക നെയ്ച്ചോറും വീട്ടിലെ ചിക്കൻ കറി കഴിക്കാൻ ഇങ്ങോട്ട് വരണമെന്നൊക്കെ ചോദിച്ചിട്ടാണ് ഇത് ഓർഡർ ചെയ്തതും. ബട്ട് ആ ഒരു വീട്ടിലെ ചിക്കൻ കറി കഴിച്ചപ്പോൾ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ചൊരു കാര്യം ഉണ്ടായിരുന്നു, നിങ്ങളൊക്കെ വീട്ടിൽ ഇങ്ങനെയാണോ ചിക്കൻ കറി ഉണ്ടാക്കുക? കാരണം അത്രയും ക്രീമി ആൻഡ് റിച്ച് ആയിട്ടുള്ള ചിക്കൻ കറിയും ആ ഒരു ഗീ റൈസിൻ്റെയും കോംബോ എന്ന് പറയുന്നത് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ആയിരുന്നു കഴിക്കുമ്പം കിട്ടിയത്. ഭയങ്കര അടിപൊളിയായിരുന്നു. ഇൻഫാക്റ്റ് ഇപ്പോൾ റെക്കോർഡ് ചെയ്യുമ്പോഴും എനിക്കതിൻ്റെ ടേസ്റ്റ് ഇപ്പോഴും നാവിൻ മുമ്പിലുണ്ടെന്ന് വേണം നമുക്ക് പറയാം. റിയലി അടിപൊളിയായിരുന്നു. ഈ ഒരു നിക്കാഹ് ബിരിയാണി കഴിച്ചു നോക്കി, എന്നെ ഭയങ്കരമായിട്ട് എക്സൈറ്റ് ചെയ്യിപ്പിച്ചിട്ടില്ല. നല്ലൊരു ഡീസൻറ്റ് ബിരിയാണിയാണ്, പക്ഷേ ഭയങ്കര അടിപൊളിയാണ്, മസ്റ്റ് ട്രൈ ചെയ്യാമെന്നൊന്നും ഞാൻ പറയുന്നില്ല. ചിലപ്പം ഫസ്റ്റ് വന്ന് ആ നെയ്ച്ചോറും വീട്ടിലെ ചിക്കൻ കറിയും ആയിരിക്കും ഈ ഒരു ബിരിയാണിനെ എൻ്റെ ആ ഒരു ഫ്ലേവറിനെ എന്നെ സപ്രസ് ചെയ്തത്. കാരണം എന്നെ ഭയങ്കരമായിട്ട് ഇമ്പ്രസ് ചെയ്ത സാധനം അതായിരുന്നു. അപ്പം എന്തിരുന്നു കഴിഞ്ഞാലും ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് നോക്കി. ഷെഫ് പിള്ളെ റെസ്റ്റോറൻറ്റ് കൊള്ളാം. ബൈ.